ശ്രീ സുരേഷ് ബാബു, തീരദേശവാസികളുടെ പ്രയാസങ്ങൾ താങ്കൾ തന്നെ കണ്ടു കാണും. അതിനു മുൻപ് നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്ദാനങ്ങളുമൊക്കെ ആയിട്ടാണല്ലോ സർക്കാരും പ്രതിപക്ഷവും ഒക്കെ നീങ്ങുന്നത്. ഇന്ന് നടന്ന ഒരു സംഭവമാണ്. നിലമ്പൂർ കുറുമ്പലക്കാട് കാവുംപാടത്താണ് ഒരു വീട് തകർന്ന് വീണത്. പൂർണ്ണമായും ആ വീട് തകർന്നു വീണു. അത് സന്ദർശിക്കാനെത്തിയ NDA സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതായത് അവിടേക്ക് പോകണ്ട, കാര്യങ്ങൾ തിരക്കണ്ട എന്ന് പറയുന്നു. അത് അവിടുത്തെ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എന്നുള്ളതാണ് ഏറെ വിരോധാഭാസം. അപ്പോൾ ഒരു ഭാഗത്ത് സർക്കാർ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള അലംഭാവം നടക്കുന്നു. നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെ കയ്യേറ്റ ശ്രമവുമായി മറ്റൊരു വിഭാഗം. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശ്രീ PM സുരേഷ് ബാബു? ഞാനിവിടെ കേട്ടതും കണ്ടതുമായ പരാമർശങ്ങളൊക്കെ തന്നെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള വിശദീകരണങ്ങളോ വിശകലനങ്ങളോ എന്ന് വ്യാഖ്യാനിച്ചാൽ അങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. കാര്യമൊന്നും മറ്റൊന്നുമല്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറയുന്നത് കേട്ടു, 1.5 മീറ്റർ തിരമാല ഉയരുന്നു, ഇപ്പോൾ 4 മീറ്ററാണ് ഉയരുന്നത്. ഇതൊന്നും തടയാൻ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് കേട്ടത്. എനിക്കതിൻ്റെ യുക്തിയോ അതിൻ്റെ ശാസ്ത്രീയ വശമോ ഒന്നും മനസ്സിലായിട്ടില്ല. എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാറ്റ് 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വരുന്നു. ഇതിനേക്കാൾ കൂടുതൽ ഘന സെൻറ്റിമീറ്ററിൽ മഴ പെയ്യുന്നു. ഇത് മഴ പെയ്യുമെന്ന് നേരത്തെ പറയുന്നുണ്ട്. ഇത് തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളെ കുറക്കാൻ മാത്രമേ ഒരു ഭരണകൂടത്തിന് കഴിയുകയുള്ളൂ. കാറ്റിനെയും മഴയെയും ഒന്നും തടഞ്ഞു നിർത്താൻ ഒരു ശാസ്ത്ര സംവിധാനത്തിനും ഇതുവരെ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ചെറിയ പരിജ്ഞാനം. പക്ഷേ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെ, അത് എത്രത്തോളം മിനിമൈസ് ചെയ്യാം, അല്ലെ അത് എത്രത്തോളം ഇല്ലാതാക്കാം, ഇതാണ് നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയങ്ങൾ. അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് വസ്തുതയെങ്കിൽ എനിക്ക് പിന്നെ പ്രതികരിക്കാൻ താല്പര്യമില്ല. മറിച്ച് അപര്യാപ്തമാണ് നമ്മളുടെ നീക്കങ്ങൾ, അപര്യാപ്തമാണ് ഈ കാര്യങ്ങൾ എന്നാണ് ഒരു വിശകലനമെങ്കിൽ ആ വിശകലനത്തോട് പ്രതികരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പറയാൻ എളുപ്പമുള്ള ഒരു വിഷയമാണ്. ഗവൺമെൻറ് ഒരു വസ്തുവും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ ദിവസത്തിലാണ് കടൽ തീരത്തെ ആളുകൾക്ക് 6 കിലോ അരി സൗജന്യമായി കൊടുക്കാനും 1000 രൂപ പോക്കറ്റ് മണിയായിട്ട്, പോക്കറ്റ് മണി എന്നല്ല, അവരുടെ നിത്യാവശ്യങ്ങൾക്ക് കൊടുക്കാനൊക്കെ സർക്കാർ തീരുമാനിച്ചത്. സർക്കാരിൻ്റെ കയ്യിലുള്ള പരിമിതമായ സാമ്പത്തിക ശേഷി ഉപയോഗിച്ചുകൊണ്ട് ആ സാമ്പത്തിക ശേഷിയുടെ ശക്തിയിലും ബലത്തിലും നിന്നുകൊണ്ട് തീരദേശവാസികളെ സഹായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ, സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. അത് കിട്ടുക എന്നുള്ളത് ആ ജനങ്ങളുടെ അവകാശവുമാണ്. അതിലൊന്നും തർക്കിക്കാൻ ഞാൻ വരുന്ന ആളല്ല. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു വസ്തു ചെയ്യുന്നില്ല എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഒരു നല്ല രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യാഖ്യാനമോ ആയി ചിത്രീകരിക്കാൻ നമുക്കാർക്കും കഴിയുകയില്ല. പിന്നെ മറ്റൊരു വശത്തേക്ക് കൂടി കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ പറ്റിയ ക്ലാപ്പിംഗ് ഉള്ള ഒരു പ്രദേശമാണ് കേരള സംസ്ഥാനം. കാരണം അതിൻ്റെ കാടും അല്ലെങ്കിൽ മലയും കടലും തമ്മിലുള്ള ദൂരവ്യത്യാസം തന്നെ വളരെ ചുരുങ്ങിയ പ്രദേശങ്ങളാണ്, വളരെ ചുരുങ്ങിയ കിലോമീറ്ററാണ്. 40 കിലോമീറ്ററുകളും അതുപോലെ തന്നെ 100 കിലോമീറ്ററുകളും കൊണ്ട് മലയും കടലും ചേരുന്നവർ. അതിനിടയിലാണെങ്കിൽ 48 നദികളുള്ള, അതേപോലെ തന്നെ കുറേയധികം കായലുകളുള്ള, ഇങ്ങനെ നീർത്തടങ്ങളൊക്കെ ധാരാളമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ നമുക്കതിൻ്റെ ആ ഭൂപ്രകൃതിയുടെ സൗന്ദര്യവും സൗകര്യവും നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെതായ പരിമിതികളും നമ്മൾക്കുണ്ട്. മലയോരത്തിലെ മലയോരത്തെ ആളുകളെ ജീവിപ്പിക്കുന്നതിനും അവരുടെ ജീവിത സംരക്ഷണത്തിനും വേണ്ടി മലയോര ഹൈവേ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തീരദേശത്തെ ആളുകൾക്ക് വേണ്ടി, തീരദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടായാൽ തീരദേശ ഹൈവേ സൃഷ്ടിച്ച് വന്നിരിക്കുകയാണ്. പക്ഷേ കടലാക്രമണം ഉണ്ടാകുമ്പോൾ തടയുന്നതിനാവശ്യമായ, അല്ലെങ്കിൽ കടൽ ഭിത്തികൾ കെട്ടുന്നതിനാവശ്യമായ നടപടികൾ ഇപ്പം തന്നെ
നമ്മൾ കുറേയധികം ചെയ്തു തിരുവനന്തപുരത്തിൻ്റെ മേഖലയിൽ. അത് കൊച്ചുവേളി വരെ നീട്ടണമെന്ന് ഇവിടെ പരാമർശിക്കപ്പെട്ട് നീട്ടേണ്ടതാണ്. നീട്ടാൻ കഴിയുന്നിടത്തോളം കാലം കാര്യം സാമ്പത്തികമായി ശേഷിയുള്ള അവസരങ്ങളിലെല്ലാം കുറേശ്ശെ ചെയ്ത് വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആരും ഉന്നയിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സുരേഷ് ബാബു, താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെ കുറച്ച് ചെയ്ത് എന്ന് പറയുന്നു. എത്ര നാളായി ഈ ദുരിതം പേറാൻ തുടങ്ങിയിട്ട് തീരദേശവാസികൾ എന്നുള്ളതാണ്. ഇങ്ങനെ മെല്ലെപ്പോക്ക് നയം അത് തന്നെയാണ് ചോദിക്കുന്നത്, അപര്യാപ്തത അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. പക്ഷേ ഈ അപര്യാപ്തതയിലൂന്നി ഈ കാലതാമസത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഓരോ നീക്കവും നടത്തുമ്പോൾ എപ്പോഴാണ് ഫലപ്രാപ്തിയിലെത്തുക എന്നുള്ളതാണ്.